ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിലാട്ടായിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറേ ദിവസമായല്ലേ നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബോട്ടിലാട്ടാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ബോട്ടിലിനെ ഒരു ഫ്ലവർ വേസ് ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഓക്കെ, വളരെ വ്യത്യസ്തമായിട്ടാണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിലാട്ടാണ്. പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിനധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് ബോട്ടിലാട്ടിലോട്ട് പോവാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ബോട്ടിലിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഒരു ഫ്ലവർ വേസ് പോലത്തെ ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഈ ടിഷ്യൂ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. മുകളിലത്തെ ഭാഗം അങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഒട്ടണം ഇത്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ താഴത്തോട്ട് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാ വെച്ചാൽ നന്നായിട്ടൊന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോട്ടിലിൽ ഈ ടിഷ്യൂ കേട്ടോ. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാധാരണ ന്യൂസ് പേപ്പർ ആയാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടാൻ എളുപ്പമാണ്. ന്യൂസ് പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതായാലും മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു പേപ്പർ നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഏതാണോ അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ നെക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ബോട്ടിൽ ഇപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു പേപ്പർ എടുക്കാം. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നോർമൽ പേപ്പറോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ മുകളിലത്തെ ഭാഗം മാത്രം നമ്മളിങ്ങനെ ആ ഒരു ഭാഗത്ത് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാൻ പാടില്ല. മുകളിലത്തെ ഷേപ്പ് ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി അത് ഗ്ലൂ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ പേപ്പർ മുകളിലോട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പേപ്പറാണ് എടുക്കുന്നത് വെച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബോട്ടിലിനേക്കാളും മുകളിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കാര്യം കൂടിയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഉണങ്ങാനൊന്നും വെക്കേണ്ട, ഇപ്പം തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ ഒരു ഫ്ലവർ വൈസിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സീഡ്സ് ആണ്. ഇത് എന്ത് സീഡ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെറി ഉണ്ടല്ലോ, ബ്ലൂബെറിയുടെ സീഡ്സ് ആണ് കേട്ടോ. ബ്ലൂബെറിയുടെയും കുറച്ച് വാട്ടർമെലൻ്റെയും സീഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് ടൈപ്പ് ഓഫ് സീഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സീഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന സീഡ്സ് ഒന്നുമില്ല. ഇനി ഇത് നമ്മൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ചും കൂടെ ഗ്ലൂ നമ്മൾ നല്ല ഇത്തിരി കട്ടിയിൽ ഇതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും ഉണങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ, എല്ലാം ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ സീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, സീഡ്സ് നന്നായി ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഈ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ സീഡ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പണിയാണ് കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ച പോലെ ഒട്ടിക്കാൻ. അതിലും കൂടെ കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പേപ്പറിൽ സീഡ്സ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഈ ബോട്ടിലോട്ട് ഗ്ലൂ വെച്ച് ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വിടാം. ഉണങ്ങിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ്സ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ആക്രിലിക് കളേഴ്സ് നമ്മൾ ബ്രഷിലെടുത്തിട്ട് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ സ്പ്രേ പെയിൻ്റ് ആണ്. ഇപ്പോൾ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് പെയിൻറ്റ് വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് സ്റ്റാർസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മേടിക്കുന്ന കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇല്ലെങ്കിൽ സ്റ്റാർസോ അല്ലെങ്കിൽ റൗണ്ട് മിററിൻ്റെ ഷേപ്പിലൊക്കെ അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് കിട്ടില്ലേ, അതൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഷേപ്പ് മിറർ ഷേപ്പോ സ്റ്റാർ ഷേപ്പോ ചെയ്തെടുത്താൽ മതി കേട്ടോ.
എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ഷേപ്പ് ഫ്ലവർ വേസിൻ്റെ ആ മുകളിലത്തെ ഭാഗം പോലെ ആ പേപ്പർ അങ്ങനെ വെച്ചപ്പോൾ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ വേറെ സിൽവറിനേക്കാളും നല്ലത് കുറച്ചുകൂടി ഒരു ബ്ലാക്ക് കളറൊക്കെ കൊടുക്കുന്നതായിരുന്നു നല്ലത്, ഗോൾഡൻ ആയതുകൊണ്ട്. ഗോൾഡൻ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ, സിൽവറോ ബ്ലാക്കോ ഒക്കെ കൊടുക്കാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളതൊക്കെ കൊടുത്തെടുക്കാം. അതുപോലെ സ്റ്റിക്കേഴ്സും അല്ല മിറേഴ്സോ അല്ലെങ്കിൽ സ്റ്റാർസോ എന്താണെന്ന് വെച്ചാൽ അതും എവിടെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ ഈ സീഡ്സുമിലാണ് ആദ്യം ഒട്ടിച്ചു കൊടുത്തത്, പിന്നെ എനിക്ക് അതങ്ങ് അത്ര നന്നായിട്ട് തോന്നിയില്ല ഒട്ടിച്ചത്, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതെല്ലാം പറിച്ചെടുത്തിട്ട് അതിൻ്റെ നെക്കിലോട്ട് മാറ്റി ഒട്ടിച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അവിടെ സ്റ്റാർസ് ആ ഗോൾഡും സിൽവർ കളർ വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നില്ല. അപ്പം ഞാൻ ആ നെക്കിൻ്റെ പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ അത് പൊക്കോളും, കുഴപ്പമില്ല, ട്രാൻസ്പെറൻ്റ് ആയി പോയിക്കോളൂല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കളേഴ്സൊക്കെ കൊടുത്ത് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആക്രിലിക് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മളൊന്ന് വാർണിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ സീഡ്സ് എപ്പോഴും പറയുന്ന പോലെ നാശാവുന്നതാണല്ലോ, അപ്പോൾ അതിന് ജീവികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ വേസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫ്ലവർ വേസ് ആയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ ഹോളുണ്ട്, നമ്മളിവിടെ ബോട്ടിലിൻ്റെ ആ ഹോൾ അടച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതിലോട്ട് നമ്മൾ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫ്ലവർ വേസ് ആയിട്ടും ചെയ്യാം. അതല്ല വെറുതെ ഒരു വേസ് പോലെയാണെങ്കിലും നമ്മൾ ഡെക്കോർ പീസ് പോലെ വേസ് മാത്രമായിട്ടാണെങ്കിലും ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് നല്ല ഡെക്കറേറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, നമ്മൾ ആ ഒരു ഷേപ്പിൽ പേപ്പർ മടക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവർ വേസിൻ്റെ ഒക്കെ അതിൽ വരുന്ന പോലെ. അപ്പോൾ നോർമൽ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഓഫ് സീഡ്സ് വെച്ചിട്ടും ഈ ഒരു ഇത് ചെയ്തെടുക്കാം. അതിന് ഇതേ ബെറിയുടെ, ഇപ്പം ഞാൻ ബെറിയുടെയാണ് ചെയ്തത്, അതേ സീഡ്സ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതുപോലെ തന്നെ ഏത് ഷേപ്പിലുള്ള ബോട്ടിലും ഇതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവർ വേസിൻ്റെ ലുക്കിലോട്ട് വരും, ബോട്ടിലാണെന്ന് തോന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല രസകരമായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ വെച്ചേക്കുന്ന ഫ്ലവർ നമ്മളന്ന് വിഷുവിൻ്റെ ഇതിൽ ചെയ്തെടുത്ത അതേ മെത്തേഡിലുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തത് എക്സ്ട്രാ ആയപ്പോൾ ഞാനതിങ്ങനെ ഫ്ലവർ വേസിൽ ചെയ്യാൻ പാകത്തിന് കെട്ടി ഒരു ബഞ്ച് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞു നമ്മളുടെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് 3 ഓപ്ഷൻസ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.